കേന്ദ്രം ഭരിക്കുന്ന BJP-യോടൊപ്പം അവരുടെ ഒരു അനൗദ്യോഗിക സഖ്യകക്ഷി എന്ന നിലയ്ക്കാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ CPM പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ശരി, പള്ളുരുത്തിയിലെ ഹിജാബ് വിവാദത്തിൽ ന്യൂനപക്ഷ വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ കേരളത്തിലെ പ്രചാരകരായി പിണറായി വിജയനും സംഘവും മാറിയിരിക്കുകയാണ്. ഇത് ഏതെങ്കിലും തരത്തിൽ UDF ഉന്നയിച്ചിട്ടൊരു ആരോപണമല്ല, മറിച്ച് ആ മോഷണത്തിന് പിന്നിൽ CPM നേതാക്കന്മാരാണെന്നും വ്യക്തമായി കിട്ടും. അതൊന്നും ജനങ്ങൾ അംഗീകരിക്കാൻ പോകുന്നില്ല. അവിടെ അദ്ദേഹത്തിന് അർപ്പിതമായിട്ടുള്ള കർത്തവ്യം ചെയ്യുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. രാഹുലിനെതിരെ നടത്താനുള്ള ഒരു ധാർമ്മിക കരുത്തും ധാർമ്മികമായിട്ടുള്ള അവകാശവും ഇടതുപക്ഷത്തിനോ BJP-ക്കോ ഇല്ല എന്നുള്ളതാണ് വസ്തുത. ഇപ്പോൾ ശബരിമലയിലെ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട് വിശ്വാസികളുടെ വികാരം ഗുണപ്പെട്ടത് ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇന്ന് ന്യൂസ് അറൗണ്ട് മലയാളത്തോടൊപ്പം ഉള്ളത് പ്രമുഖ രാഷ്ട്രീയ നേതാവ് ശ്രീ സന്ദീപ് സാറാണ്. നമസ്കാരം സർ. KPCC-യുടെ 58 സെക്രട്ടറിമാരുടെ ലിസ്റ്റ് പുറത്തിറക്കിയല്ലോ, അതിൽ താങ്കളുടെ പേരുമുണ്ട്. അത് താങ്കൾ എങ്ങനെയാണ് ഈ സ്ഥാനക്കയറ്റത്തെ നോക്കിക്കാണുന്നത്? ജീവിതത്തിലെ ഒരു നിർണായകമായിട്ടുള്ള ദശാസന്ധിയിൽ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിന് ഒരുപക്ഷെ അന്ത്യം കുറിക്കുമെന്ന് കരുതപ്പെട്ട നാളുകളിൽ എനിക്ക് താങ്ങായും തണലായും കരുതലായും കൂടെ നിന്ന പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. എല്ലാം പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരു നിമിഷത്തിൽ പൊതുപ്രവർത്തന രംഗത്ത് ഞാൻ തുടരേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് എന്നെ സമീപിച്ച് എന്നെ കഴിഞ്ഞ 11 മാസക്കാലം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഈ പാർട്ടിയുടെ പ്രവർത്തകരുമാണ്. സ്വാഭാവികമായിട്ടും ഈ പാർട്ടിയുടെ ഭാഗമായി അതിൻ്റെ സംസ്ഥാന ഘടകത്തിൽ KPCC-യുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയ്ക്ക് പ്രവർത്തിക്കാനുള്ള ഒരു അംഗീകാരം കിട്ടുമ്പോൾ അത് ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഇത് കഴിഞ്ഞ 11 മാസക്കാലം ഞാൻ പാർട്ടിക്ക് വേണ്ടി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കൂടി വിലയിരുത്തിയിട്ടാണ് ദേശീയ നേതൃത്വവും KPCC-യും ഇത്തരത്തിലൊരു തീരുമാനം കൈക്കൊണ്ടതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും പാർട്ടി എന്നിൽ ഏൽപ്പിച്ചിട്ടുള്ള ആ ദൗത്യം, ആ കർത്തവ്യം ഞാൻ എൻ്റെ ഏറ്റവും ആത്മാർത്ഥമായി ഏറ്റവും നല്ല രീതിയിൽ വിനിയോഗിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി എല്ലാവരുടെയും സഹായങ്ങളും സഹകരണവും ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ശരി, പൊതുവെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF നേട്ടം കൈവരിക്കാറുണ്ട്. എന്നാൽ 10 വർഷം LDF തുടരെയുള്ള ഇതിന് ശേഷമുള്ള സ്ഥാനക്കയറ്റമാണ്. ഇതിനെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? കഴിഞ്ഞ 10 വർഷക്കാലമായി സംസ്ഥാനത്ത് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ഭരണം, ആ ഇടതുപക്ഷ ഭരണം സമസ്ത വിഭാഗം ജനങ്ങളുടെയും ജീവിതത്തെ ദുസ്സഹമാക്കിയിരിക്കുകയാണ്. വിലക്കയറ്റം മുതൽ ക്രമസമാധാന തകർച്ച വരെയുള്ള നിരവധി വിഷയങ്ങളിൽ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു. മറ്റൊന്ന്, കേന്ദ്രം ഭരിക്കുന്ന BJP-യോടൊപ്പം അവരുടെ ഒരു അനൗദ്യോഗിക സഖ്യകക്ഷി എന്ന നിലയ്ക്കാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ CPM പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിരിക്കുമ്പോഴും കേരളത്തിലെ CPM BJP-യുമായും RSS-ഉമായും കൈകോർത്തുകൊണ്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് പൊതുവെ സമൂഹത്തിൽ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. പിണറായി വിജയൻ സർക്കാരിനെതിരായിട്ടുള്ള, പിണറായി വിജയനും കുടുംബത്തിനുമെതിരായിട്ടുള്ള നിരവധിയായിട്ടുള്ള അഴിമതി ആരോപണങ്ങളും അതുമായി ബന്ധപ്പെട്ട കേസുകളും അട്ടിമറിക്കുന്നതിന് വേണ്ടിയാണ് പിണറായി വിജയനും CPM-ഉം BJP-യുമായി ചേർന്ന് ഒരു രഹസ്യ കൂട്ടുകെട്ടുണ്ടാക്കിയിട്ടുള്ളതെന്ന് കേരളത്തിലെ മുഴുവൻ പൊതുസമൂഹത്തിനും ഇപ്പോൾ ബോധ്യം വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി BJP മുന്നോട്ട് വയ്ക്കുന്ന ന്യൂനപക്ഷ വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ കേരളത്തിലെ പ്രചാരകരായി പിണറായി വിജയനും സംഘവും മാറിയിരിക്കുകയാണ്. കടുത്ത രൂപത്തിലുള്ള ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള പ്രസ്താവനകളും ന്യൂനപക്ഷ വിരുദ്ധ സമീപനങ്ങളുമാണ് ഈ കാലയളവിനുള്ളിൽ CPM നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരായിട്ടുള്ള വലിയ ജനരോഷം സമൂഹത്തിലുണ്ട്. മറ്റൊന്ന്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജനങ്ങൾ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. വിലക്കയറ്റമടക്കമുള്ള വിഷയങ്ങളുണ്ട്, ക്രമസമാധാന തകർച്ചയുണ്ട്. അതിനോടൊപ്പം തന്നെ ശബരിമലയുമായി ബന്ധപ്പെട്ട് ശബരിമലയിലെ സ്വർണം, ഭക്തർ സമർപ്പിച്ച സ്വർണം, അവിടുത്തെ സ്വർണ്ണപ്പാളി പോലും ഗൂഢാലോചന നടത്തി, CPM നേതാക്കന്മാർ ഗൂഢാലോചന നടത്തി, അവിടുത്തെ ദേവസ്വം ഭരണസമിതിയുടെ പിന്തുണയോടുകൂടി അവരെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു വലിയ സ്കാം നടന്നിരിക്കുന്നു, മോഷണം നടന്നിരിക്കുന്നു. തീർച്ചയായിട്ടും ഇതിൽ CPM നേതൃത്വത്തിന് ഉത്തരവാദിത്വമുണ്ട്. മുഖ്യമന്ത്രിക്കും ദേവസ്വം മന്ത്രിക്കും ഇക്കാര്യത്തിൽ ഉത്തരവാദിത്വമുണ്ട്. ശബരിമല പോലെ പത്തനംതിട്ട ജില്ലയിലെ ജനങ്ങളുടെ ഏറ്റവും വലിയ അഭിമാനമായിട്ടുള്ള ഒരു ആരാധനാ കേന്ദ്രം, ഒരു തീർത്ഥാടന കേന്ദ്രം, രാജ്യത്തൊട്ടാകെയുള്ള കോടിക്കണക്കിന് വരുന്ന അയ്യപ്പ വിശ്വാസികളുടെ ഹൃദയവികാരങ്ങളെ വ്രണപ്പെടുത്തിക്കൊണ്ടാണ് ഈ മോഷണത്തിന്റെ വസ്തുതകൾ പുറത്തു വന്നുള്ളത്. ഇത് ഏതെങ്കിലും തരത്തിൽ UDF ഉന്നയിച്ചിട്ടൊരു ആരോപണമല്ല, മറിച്ച് കേരളത്തിന്റെ ഹൈക്കോടതി തന്നെ കണ്ടെത്തിയിട്ടുള്ള ഒരു സംഗതിയാണ്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണവും ഹൈക്കോടതിയാണ് നടത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മോഷണം നടന്നുവെന്നും ആ മോഷണത്തിന് പിന്നിൽ CPM നേതാക്കന്മാരാണെന്നും വ്യക്തമായി കഴിഞ്ഞു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളും അതാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സാഹചര്യങ്ങളെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ദുർഭരണം അവസാനിപ്പിക്കേണ്ട സമയമായി എന്നൊരു തോന്നൽ കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. താങ്കൾ നേരത്തെ ചോദിച്ചതുപോലെ ഒരു വലിയ വികാരം ജനങ്ങൾക്കിടയിൽ ഇടതുപക്ഷത്തിനെതിരായിട്ട്, പിണറായി സർക്കാരിനെതിരായിട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. അത് ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി ഈ സംസ്ഥാനത്തെ വീണ്ടും നേർ വഴിക്ക് നടത്താൻ
ഒരു വികസനോന്മുഖ കേരളം സൃഷ്ടിക്കാൻ, അതോടൊപ്പം കേരളത്തിൽ മതനിരപേക്ഷതയും മതസാഹോദര്യവും ഊട്ടിയുറപ്പിക്കാൻ കോൺഗ്രസിൻ്റെയും ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലൊരു ഭരണം തിരിച്ചു വരണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിലേക്കായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ ചെയ്യുന്നത്. രാഹുൽ മാങ്കുട്ടൻസ് വിജയത്തില് മുൻപന്തിയിൽ ഉണ്ടായിരുന്ന ആളാണല്ലോ താങ്കൾ. നിലവിൽ പാലക്കാട് MLA കിട്ടുന്നില്ല എന്നൊരു ആരോപണം കൂടി ഉയരുന്നുണ്ട്. കൂടാതെ രാഹുൽ വരുന്ന ഇടങ്ങളിൽ പരിപാടികൾ അലങ്കോലപ്പെടുത്താൻ ശ്രമം നടക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? പാലക്കാട് MLA അദ്ദേഹത്തിന്റെ നിയോജകമണ്ഡലത്തിൽ അദ്ദേഹത്തിന് പ്രവർത്തിക്കാനുള്ള എല്ലാ ജനാധിപത്യപരമായ അവകാശങ്ങളുമുണ്ട്. ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ഒരു MLA ആ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അദ്ദേഹത്തിനുള്ള ജനാധിപത്യപരമായ അവകാശത്തെ തടസ്സപ്പെടുത്താൻ വേണ്ടി നടത്തുന്ന പരിശ്രമങ്ങൾ അത് അപലപനീയമാണ്. അതൊന്നും ജനങ്ങൾ അംഗീകരിക്കാൻ പോകുന്നില്ല. അവിടെ അദ്ദേഹത്തിൽ അർപ്പിതമായിട്ടുള്ള കർത്തവ്യം ചെയ്യുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഈ തടയുക, പിടിക്കുക, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ജനങ്ങളെ കണ്ണിൽ പൊടിയിടാനുള്ള, അതല്ലെങ്കിൽ തങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നു എന്ന് കാണിക്കാനുള്ള CPM-ന്റെയും BJP-യുടെയും ഒരു അടവ് മാത്രമാണ്. ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സമരം, അതല്ലെങ്കിൽ ഒരു പ്രക്ഷോഭം രാഹുലിനെതിരെ നടത്താനുള്ള ഒരു ധാർമ്മിക കരുത്തും ധാർമ്മികമായിട്ടുള്ള അവകാശവും ഇടതുപക്ഷത്തിനോ BJP-ക്കോ ഇല്ല എന്നുള്ളതാണ് വസ്തുത. ശരി, പള്ളുരുത്തിയിലെ ഹിജാബ് വിവാദത്തിൽ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് കേരളത്തിലെ മതേതര സമൂഹം കാണേണ്ടത്? എല്ലാ മതവിഭാഗങ്ങളുടെയും മതസ്വാതന്ത്ര്യത്തെ, വിശ്വാസ സ്വാതന്ത്ര്യത്തെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇപ്പോൾ ശബരിമലയിലെ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട് വിശ്വാസികളുടെ വികാരം വ്രണപ്പെട്ടപ്പോൾ അതിനോടൊപ്പം നിന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. നേരത്തെയും മറ്റു പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ടും സമാനമായിട്ടുള്ള വളരെ സെക്യുലറായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുള്ള സംഘടനയാണ് കോൺഗ്രസ്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും സമൂഹത്തിലുണ്ടാകുമ്പോൾ അതൊക്കെ പ്രാദേശിക തലത്തിൽ പരിഹരിക്കുകയാണ് വേണ്ടത്. പണ്ട് കാലത്തൊക്കെ നമ്മുടെ നാട്ടിൽ കാരണവന്മാരൊക്കെ ഇടപെട്ട് ഇത്തരം വിഷയങ്ങൾ പരിഹരിക്കുമായിരുന്നു. ഇന്നത്തെ കാലത്ത്, ഈ ആധുനിക കാലത്ത്, സോഷ്യൽ മീഡിയയുടെ കാലത്ത്, മാധ്യമങ്ങളുടെ വല്ലാത്ത അതിപ്രസരമുള്ള കാലത്ത് ഇത്തരം സംഭവങ്ങളെ ഒരു ഗ്രാമപ്രദേശത്തിനുള്ളിൽ ഒരു പ്രാദേശിക തലത്തിൽ പരിഹരിക്കേണ്ടിയിരുന്ന വിഷയത്തെ അതിനെ ഇത്രത്തോളം വലുതാക്കി കേരളത്തിലെ മതവിഭാഗങ്ങൾക്കിടയിൽ കാലുഷ്യമുണ്ടാക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതൊക്കെ നമ്മളെ ആ നാട്ടിലെ മുതിർന്ന ആളുകൾ ഇടപെട്ട് നിമിഷ നേരം കൊണ്ട് പരിഹരിക്കേണ്ട പ്രശ്നങ്ങളാണ്. ഇതിനെയൊക്കെ വലിയ തോതിൽ ഇതിനെ പർവ്വതീകരിച്ചുകൊണ്ട് സമൂഹത്തിൽ മതവിഭാഗങ്ങൾക്കിടയിൽ കാലുഷ്യമുണ്ടാക്കുന്നത് കേരളത്തിൻ്റെ ഭാവിയിലേക്കുള്ള പോക്കിൽ ഒട്ടും ഗുണകരമായിരിക്കില്ല. BJP വിട്ട് കോൺഗ്രസിൽ ചേർന്ന ശേഷം KPCCയുടെ 58 ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളായി സന്ദീപ് വാര്യർ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. ആദ്യം കോൺഗ്രസിന്റെ മാധ്യമരംഗത്തെ വക്താവ് എന്ന നിലയിലും ഇപ്പോൾ KPCCയിലെ പ്രധാനികളിൽ ഒരാളുമായുമുള്ള സന്ദീപ് വാര്യരുടെ കടന്നുവരവ് BJPക്ക് അകത്തും പുറത്തും വലിയ കോളിളക്കവും സൃഷ്ടിച്ചിട്ടുണ്ട്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സന്ദീപ് വാര്യർക്ക് നിയമസഭയിലേക്ക് അവസരം നൽകുമോ എന്നാണ് കാത്തിരുന്നു കാണേണ്ടത്.